നമസ്കാരം. ഇന്നലെ വാർത്തകളിൽ ഏറെ ശ്രദ്ധ നേടിയതും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന സംഭവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 35 മിനിറ്റ് നീണ്ടുനിന്ന ഫോൺ സംഭാഷണം. എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് അവകാശവാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷം തടയാൻ താൻ നിർണായക പങ്ക് വഹിച്ചുവെന്നും ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ യുദ്ധം തടഞ്ഞു. എനിക്ക് പാകിസ്ഥാൻ ഇഷ്ടമാണ്. മോദി ഒരു അസാധാരണ വ്യക്തിയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ഞങ്ങൾ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോകുന്നു. ഞാനാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം തടഞ്ഞതെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ശത്രുപരമായ നീക്കങ്ങൾ തടയുന്നതിൽ ഈ വ്യക്തി അതീവ സ്വാധീനം ചെലുത്തിയെന്നായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തിന് ആതിഥ്യം വഹിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ട്രംപിന്റെ മറുപടി. മോദിയും ഇന്ത്യയും ഭാഗത്തു നിന്നുള്ള മറ്റുള്ളവരും ഒന്നിച്ചാണ് ഇത് സാധ്യമാക്കിയത്. അവർ ഏറ്റുമുട്ടുകയായിരുന്നു. രണ്ടും ആണവായുധ ശക്തികളാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് നടന്നതെന്ന് നരേന്ദ്രമോദി ഫോൺ സംഭാഷണത്തിലൂടെ ട്രംപിനോട് വ്യക്തമാക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ അവകാശവാദങ്ങൾ ആവർത്തിച്ചതെന്നാണ് ശ്രദ്ധേയം. 35 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത അംഗീകരിച്ചിട്ടില്ലെന്നും ഭാവിയിലും അംഗീകരിക്കില്ലെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല, ഭാവിയിലും അംഗീകരിക്കില്ല. സംഘർഷം അവസാനിക്കുന്നതിനായി ഇന്ത്യ US വ്യാപാര കരാർ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിടയിൽ US-ന്റെ മധ്യസ്ഥത എന്നീ വിഷയങ്ങൾ ഒരിക്കലും ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് മോദി ട്രംപിനോട് വ്യക്തമാക്കി. ഇത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞു. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ലോകത്തോട് വ്യക്തമാക്കിയിരുന്നതായി മോദി ട്രംപിനോട് പറഞ്ഞു. അതേസമയം കാനഡ സന്ദർശനത്തിന് ശേഷം മോദിക്ക് US സന്ദർശിക്കാൻ കഴിയുമോ എന്ന് ട്രംപ് ചോദിച്ചിരുന്നു. എന്നാൽ മുൻ നിശ്ചയിച്ച പരിപാടികൾ കാരണം മോദിക്ക് അത് സാധ്യമല്ലെന്ന് അറിയിക്കുകയും എന്നാൽ ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കാമെന്ന് അറിയിക്കുകയും ഇതിനോട് ട്രംപ് അനുകൂല നിലപാട് സ്വീകരിച്ചെന്നും മിശ്രി വെളിപ്പെടുത്തി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതായി ആദ്യം പ്രഖ്യാപിച്ചത് ട്രംപ് ആയിരുന്നു. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ തടഞ്ഞുവെന്നും ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിർത്തിവെക്കുമെന്ന ഭീഷണി ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയതെന്നും ട്രംപ് നേരത്തെയും അവകാശപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.